ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഗായ്സ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നതാണ് ഗൈസ് നമ്മുടെ സ്വന്തം ലെറ്റ്സ് പ്ലേ സീരീസ് 1. അപ്പോൾ ഗൈസ് നമ്മളെ പഴയ ചാനലത്തെ ലെറ്റ്സ് പ്ലേ കണ്ടവർക്കെല്ലാം അറിയാം. ശരിക്കും ഇത് ലെറ്റ്സ് പ്ലേ സീരീസ് 2 ആയിട്ടാണ്, പക്ഷേ ഇത് സീസൺ 1 ആണ് ഗൈസ്. കാരണം നമ്മളിപ്പം കളിക്കുന്നത് നമ്മളെ പുതിയ ചാനലാണ്. ഇപ്പോൾ ലൈക്ക് അടിക്കാതെ വെച്ചാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനധികം ലോങ് ആക്കത്തില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ആദ്യം നമുക്ക് കുറച്ചുകൊണ്ട് ഒരു വുഡ് കളക്ട് ചെയ്യണം ഗൈസ്. വുഡ് കളക്ട് ചെയ്യണം, പിന്നെ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം ഗൈസ്. ഇതാ നമ്മുടെ പന്നിക്കുട്ടൻ. നിക്കടാ, ചത്തെന്തായിപ്പോ? കുറച്ച് ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു പശുക്കുട്ടിനെ കണ്ടിക്കല്ലോ. ഈ അമ്മണി കുട്ടീനെ ഇവിടെ അങ്ങ് എടുക്കാം. ഇവിടെ പോയി ഒരു ആടിനെ കൂടിയും കിട്ടിക്കണ നല്ല കാര്യമാണ് ഗൈസ്. ഇവിടെ ഒന്നൊരു മരവും നല്ലൊരു നമ്മളൊരു പ്ലെയിനായ സ്ഥലത്താണ് ഗൈസ് എത്തിയത്. സാധാരണ ആവശ്യമില്ലാത്ത സമയത്തല്ല നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്നത് കാട്ടിലെ സ്പോണായി. ഇതിപ്പോൾ പ്ലെയിനായ സ്ഥലത്താണ് ഗൈസ് എത്തിയത്. ഒരു മഞ്ഞ പോലെ ഗൈസ്. ഇവിടെ എന്തായാലും വുഡ് കാണാൻ ചാൻസ് ഇല്ല. അയ്യോ, അപ്പുറത്ത് കുറച്ച് ഒരു കാട് കാണുന്നുണ്ട് ഗൈസ്. നമുക്കന്നേരം ആ കാട്ടിലേക്ക് പോവാം ഗൈസ്. അയ്യോ, തീർന്നു ഗൈസ്, വുഡ് തീർന്നു പോയി. ഒരു വുഡും കിട്ടില്ല ഗൈസ്. സോംബിൻ്റെ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട് ഗൈസ്. ഇനിയൊരു ആക്സൽ ഉണ്ടാക്കുക ഗൈസ്. ഇപ്പോൾ നമ്മുടെ ബേസിക് ടൂൾസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വില്ലേജ് ഉണ്ട്. സൈലമ്പേന്ന് കുറച്ച് വുഡ് കളക്ട് ചെയ്തിട്ട് നമുക്കൊരു വില്ലേജ് ഉണ്ടാക്കാൻ പോകും ഗൈസ്. അപ്പോൾ ഈ ഏപ്രിൽ 16 നമ്മൾ MC ലൈഫ് ലോഞ്ച് ആണ് ഗൈസ്. പിന്നെ അങ്ങോട്ട് അധികം MC ലൈഫിൻ്റെ വീഡിയോ ഗൈസ് വരാൻ. അതിലത്തെ നമുക്ക് കുറേ പണിയുണ്ട്. നമ്മളിവിടെ കളിക്കുന്നത് നമ്മുടെ സ്വന്തം STK ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം ഗൈസ് രാത്രിയാവാനായല്ലോ. വേറെ വില്ലേജ് കണ്ടുപിടിക്കണം. രാത്രിയാവാനായി ഗൈസ്. അവിടെ കുറച്ച് പംകിൻ കാണുന്നുണ്ട്, അത് നമുക്ക് അങ്ങോട്ട് ഒരു പശുവും ചെയ്തോട്ടെ ഗൈസ്. ഈ രാത്രി നമ്മളങ്ങനെ ചാവാണ്ട് ഇപ്പം ഗൈസ് സോംബീസ് സ്പോണാൻ തുടങ്ങും. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് തന്നെ പോകാം. വന്ന സ്ഥലത്ത് തന്നെ പോവാം. തിരിച്ചങ്ങോട്ട് പോകാം. അപ്പോൾ ഞാൻ സീഡ് ഇട്ടിട്ടാ ഗൈസ്. സീഡിൽ പറഞ്ഞ വില്ലേജ് ഞാൻ ആടെ കാണിക്കാം. നമ്മൾ സീഡിൽ പറഞ്ഞ വില്ലേജ് തന്നെയല്ലേ ഇത്. പക്ഷെ ഇത് അത്യാവശ്യം വലിയ വില്ലേജ്. അവർ പറഞ്ഞ പോലെ തന്നെ കുറേ ബ്ലാക്ക് സ്മിത്തും ഉണ്ട്. ഇതാകുമ്പോൾ ഈസിയാണ് ഗൈസ് എല്ലാം ചെയ്യാൻ. സീഡിട്ട് കളിക്കുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല ഗൈസ്. ഞാൻ അതിൽ കണ്ട വില്ലേജ് എങ്ങനെയാണ്. ചെറിയ സോംബിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്കെന്തായാലും ആദ്യം ഒരു പൊട്ടിക്കറിയിട്ട് റീസ്പോൺസ് പോയിന്റ് സെറ്റ് ചെയ്യും എന്നുവെച്ചാൽ ഇപ്പോൾ ഗൈസ് ഇന്ന് ബേസിക് ടൂൾസ് ഉണ്ടാക്കണം, പിന്നെ ഒരു വീട് സെറ്റാക്കണം എന്നാലും ഗൈസ് എന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല. ആദ്യം നമുക്ക് എടുത്ത് ബ്ലാക്ക് സ്മിത്തിനല്ലോ നമ്മൾ ഐറ്റംസ് കളക്ട് ചെയ്ത് എത്ര 5-6 ബ്ലാക്ക് സ്മിത്ത് ഒക്കെ ഉണ്ട് ഗൈസ്. ഇതെല്ലാം എടുക്കട്ടെ. നമ്മൾ ഫസ്റ്റ് അയൺ ആർമർ സെറ്റ് ചെയ്ത് ഗൈസ്.
ബ്ലാക്ക് സ്മിത്ത് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു. ഇല്ല ഗൈസ് ഒന്നും കൂടി ഉണ്ടല്ലോ. 5-6 ഗൈസ് 3 ബ്ലാക്ക് സ്മിത്ത് ആവുക. ഇന്നെന്തായാലും നമുക്ക് ഹൗസ് ഉണ്ടാക്കാൻ പറ്റൂല ഗൈസ്. നമുക്കിന്ന് കുറച്ച് മൈനിങ്ങിനെല്ലാം പോയിട്ട് സെറ്റാക്കാം ഗൈസ്. നമുക്ക് എന്തായാലും ഇന്ന് വീടുണ്ടാക്കാൻ പറ്റൂല. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളെല്ലാം പോയി ഗൈസ്. വളരെ അയൺ ഗോളും മാമനെ കണ്ടല്ലോ, അതിനെ ആദ്യം അങ്ങ് തട്ടാം ഗൈസ്. പിന്നെ അത് സ്പോൺ ആയിക്കോളൂ. അപ്പോൾ നമുക്കിത് ഉള്ളിൽ പോവാം. ഇനി നമുക്ക് ആ അയൺ ഗോളം മാമനെ അങ്ങ് തട്ടിക്കളി ഗൈസ്. അയൺ മാമ അയ്യോ ഫസ്റ്റ് അടി കിട്ടി ഗൈസ്. അയൺ മാമൻ ബെർട്ട ഗൈസ്. അയ്യോ അതിനൊരു അടി കൊള്ളുക. നല്ല കാര്യം ഗൈസ്. ഗൈസ് നമ്മൾ റീസ്പോൺസ് പോയിന്റ് സെറ്റ് ചെയ്താണല്ലോ. പിന്നെ നമ്മളിവിടെ എത്തി. റീസ്പോൺ പോയിന്റ് സെറ്റായിട്ടില്ല എന്ന് തോന്നുന്നത് ഗൈസ്. നമുക്ക് എന്തായാലും വേഗം പോയിട്ട് നമ്മളെ ടൂൾസ് എടുത്തിട്ട് വരാം, അല്ലെങ്കിൽ അതിൽ ഡിസ്പോണായി പോകും. നമ്മളെന്തായാലും ഒരു 5 ബ്ലോക്ക് ആയി പോയിട്ടില്ല ഗൈസ്. ഇല്ല എന്ന് തോന്നുന്നു. ഇവിടുന്നായിട്ടല്ല നമ്മൾ ഇതൊക്കെ ഇവിടുന്ന് നമ്മൾ എത്താമല്ലോ. അതിൻ്റെ വെളിയിൽ കുറച്ച് സാധനം ഉണ്ടല്ലോ, നമ്മൾ അയണതിൻ്റെ വെളിയിലുള്ള. നമുക്ക് എന്തായാലും ഗൈസ് ഇത് ഈടിയായിപ്പോയി. ഇല്ല നമ്മൾ 5 ബ്ലോക്ക് ആയി പോകണ്ടേ. അയൺമാമനെ അത് അടിയാടെ നടക്കാം. നമ്മളെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് എന്നാലും ഒന്നും കൂടി അടിച്ചിട്ട് വേഗം ഗൈസ് ഇത് എത്തി. പിന്നെ ചാണ്ട വരുവാ. കുറച്ച് ഫുഡിൻ്റെ ആവശ്യമില്ല. കുറച്ച് ബ്രെഡ് ഉണ്ടാക്കാനുള്ള വീറ്റ് ഉണ്ട്. വീറ്റ് എനിക്കിതെല്ലാം ക്രാഫ്റ്റ് ചെയ്യാൻ. ഇനി എന്താ വിഷയം, നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്നും കൂടി ഉണ്ടാക്കണം. ഇവിടെ ഒരു കച്ചവടക്കാരൻ, പാവം കച്ചവടക്കാരൻ അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോയുടെ ജോയിൻ്റ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മൈനിങ്ങെല്ലാം ചെയ്യാം ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്, വീഡിയോയിലേക്ക് കാണാം.